ഒരു കാര്യം ചോദിക്കട്ടെ, MBBS ഡോക്ടേഴ്സിനും ആയുർവേദ ഡോക്ടേഴ്സിനും ഒരേപോലെ തന്നെ 5.5 കൊല്ലം പഠിക്കേണ്ടി വരുന്നുണ്ട്. അതേ എക്സാംസ്, അതേ കഷ്ടപ്പാട്, അതേ ഡെഡിക്കേഷൻ, ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ആയുർവേദ ഡോക്ടേഴ്സ് ഒരു മാസാവസാനമൊക്കെ ക്ലിനിക്കിന്റെ റെന്റിനെ കുറിച്ച്, സ്റ്റാഫിന്റെ സാലറിയെ കുറിച്ച്, അവരുടെ ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഓർത്ത് ഉറക്കം കളയുന്നത്? നിങ്ങളുടെ ചികിത്സയിൽ പ്രശ്നമില്ല, നിങ്ങളുടെ അറിവിൽ പ്രശ്നമില്ല, പ്രശ്നം വേറെ എവിടെയോ ആണ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്കത് നോക്കാം. ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഡോക്ടറിന്റെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? പണം, ലാഭം, സെയിൽസ്, പ്രൊഡക്റ്റ്, ഒരു ഒരു തരം കൊമേഴ്ഷ്യൽ ഫീലാണ് വരിക. ഉടനെ തന്നെ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ചിന്തയും നമ്മുടെ ഉള്ളിൽ വരും. അതായത് ഞാനൊരു സർവീസ് മാൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ഹീലറാണ്, ഞാനൊരു പ്രോപ്പർ ബിസിനസ്സുകാരനല്ല. ഇതൊക്കെ ഒരു ന്യായമായ ചിന്തയാണ്. പക്ഷേ ഒരു ചോദ്യം, നിങ്ങളുടെ ക്ലിനിക്കിന്റെ റെന്റ് ആരാണ് അടയ്ക്കുന്നത്? നിങ്ങളുടെ സ്റ്റാഫിന് സാലറി ആരാണ് കൊടുക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ ചെലവ് ആരാണ് നോക്കുന്നത്? ബിസിനസ് ഇല്ലാതെ ഇതൊന്നും സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയി നടക്കില്ല. ഉറപ്പ്, 100% ഉറപ്പാണ്. ബിസിനസ് എന്നത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്കോ ഗിമിക്കോ ഒന്നുമല്ല. ബിസിനസ് എന്നത് ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ കൂടുതൽ ആളുകളിലേക്ക് സ്ഥിരമായി എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചികിത്സ അറിയാം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ചോദ്യം ഇതാണ്, ആ ചികിത്സ ആവശ്യമുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെ കണ്ടെത്തും? അവരെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? അവർ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് തിരിച്ചു വരിക? അതിന്റെ ഉത്തരം നൽകുന്നതാണ് ശരിക്കും ബിസിനസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ കോളേജിൽ പഠിച്ചത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ദ്രവ്യഗുണം, പഞ്ചകർമ്മ, റിസർച്ച്, UG, PG, ഇതൊക്കെയാണ് നമ്മൾ കേട്ടേക്കുന്നതും പഠിച്ചേക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അക്കാഡമിക് ടോപ്പർ ആയിരിക്കാം. പക്ഷെ ഒരാൾ പോലും പഠിപ്പിച്ചിട്ടില്ല ക്ലിനിക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം, പേഷ്യന്റ് എക്സ്പീരിയൻസ് എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം, ടീമിനെ നയിക്കേണ്ടത് എങ്ങനെയാണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അത് എത്തിക്കലായിട്ട് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാം. നമ്മൾ നല്ല ഡോക്ടേഴ്സ് ആയി, പക്ഷേ ക്ലിനിക്ക് ഓണർ ആകാൻ ആരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഒരു ഹോസ്പിറ്റൽ ഓണർ ആവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആ ഗ്യാപ്പാണ് ഇന്ന് പലരും അനുഭവിക്കുന്നത്. ബിസിനസ് അറിയാത്ത ഡോക്ടർ ചികിത്സിക്കും. ബിസിനസ് അറിയുന്ന ഒരു ഡോക്ടർ ഒരു സിസ്റ്റത്തിനെയാണ് ഉണ്ടാക്കുക. ബിസിനസ് അറിയാത്ത ഡോക്ടർ സ്വയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ബിസിനസ് അറിയുന്ന ഒരു ഡോക്ടർ ഒരു പ്രാക്ടീസ് നിർമ്മിക്കും. ബിസിനസ് അറിയാത്ത ഒരു ഡോക്ടർ സമയം വിറ്റിട്ട് ജീവിക്കും. ബിസിനസ് അറിയുന്ന ഡോക്ടർ ഇമ്പാക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില ഡോക്ടേഴ്സ് പറയാറുണ്ട് ആയുർവേദം ഒരു സർവീസ് ആണ്, അല്ലെങ്കിൽ സേവനമാണ്, ബിസിനസ് അല്ല എന്നൊക്കെ. ഞാൻ അതിനോട് 100% പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷെ ആ ഒരു സർവീസിനെ നമ്മൾ സാമ്പത്തികമായി നിലനിൽക്കുന്നില്ലെങ്കിൽ, കൺസിസ്റ്റന്റ് ആയി അത് ആ സാമ്പത്തികം, ഒരു ക്യാഷ് ഫ്ലോ അവിടെ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് എത്ര കാലം തുടരും? നമ്മുടെ സയൻസ് തന്നെ 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പലരും ഈ ധർമ്മം മാത്രം സ്വീകരിച്ച് അർത്ഥത്തിനെ അവഗണിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അർത്ഥമില്ലെങ്കിൽ ധർമ്മം സസ്റ്റെയിൻ ചെയ്യാൻ പ്രയാസം എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരു ഡോക്ടറിന് കൂടുതൽ രോഗികളെ സഹായിക്കാൻ സാധിക്കും, ശരിയല്ലേ? കൂടുതൽ പഠിക്കാൻ സാധിക്കും, കൂടുതൽ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. ബിസിനസ്സും സർവീസും ഓപ്പോസിറ്റ് ഒന്നുമല്ല. സർവീസിനെ സസ്റ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഇത്. ബിസിനസ് പഠിച്ചാൽ നിങ്ങൾ ഒരുപാട് അത്യാഗ്രഹിയോ ഗ്രീഡിയോ ഒന്നും ആവില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു മികച്ച ഓർഗനൈസ്ഡ് മാൻ ആവും. ബിസിനസ് പഠിച്ചാൽ പേഷ്യൻസ് കുറയില്ല, പേഷ്യൻസ് വളരെയധികം കൂടും. ബിസിനസ് പഠിച്ചാൽ നിങ്ങളുടെ വാല്യൂസ് ഒരിക്കലും നഷ്ടമാകില്ല, നിങ്ങളുടെ ഇമ്പാക്റ്റ് വർദ്ധിക്കും. ഇതൊരു കച്ചവടമല്ല, ഇത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സിസ്റ്റമാണ്. സ്വയം ഒരു ചോദ്യം ചോദിക്കുക: നിങ്ങളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർ മാത്രമാണോ, അതോ ആയുർവേദത്തിനെ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന, നിങ്ങളുടെ യുണീക്നെസ്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ലീഡറാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ അടുത്ത 5 വർഷത്തെ തീരുമാനിക്കുന്നത്. ഒരു നല്ല ഡോക്ടർ ആയിരിക്കുക എന്നത് നല്ലതാണ്, ഓക്കെ, അത് മതി. അത് ഇന്നലെ വരെ അങ്ങനെ ആയിരിക്കാം. ഇന്നത്തെ ലോകത്ത്, ഇന്നത്തെ കാലക്രമത്തിൽ ഒരു നല്ല ഡോക്ടർ ബിസിനസ് കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ബിസിനസ് എന്നത് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല, നിങ്ങളുടെ ട്രീറ്റ്മെന്റിനെ, ചികിത്സയെ അർഹിക്കുന്ന രോഗികളിലേക്ക് സ്ഥിരമായി എത്തിക്കാനുള്ള, അറിയിക്കാനുള്ള സംവിധാനമാണ്. നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ ബിസിനസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ
ഇപ്പോഴും നിങ്ങൾക്ക് ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്, സിസ്റ്റംസ്, ബ്രാൻഡിങ്, പേഷ്യൻ ഫ്ലോ ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ ഇവോൾവ് ആയുർവേദ വെബിനാറിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ബിസിനസിന്റെ ട്രിക്സിനെ കുറിച്ചല്ല, ആയുർവേദത്തിന്റെ പ്രാക്ടീസ് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉള്ളതാക്കാം എന്നതാണ് അവിടെ സംസാരിക്കുക. കൂടുതൽ രോഗികളിലേക്ക് എത്തുന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം, എത്തിക്കലായിട്ട് വളരേണ്ടത് എങ്ങനെ, സിസ്റ്റംസ് നിർമ്മിക്കേണ്ടത് എങ്ങനെ, ഫിനാൻഷ്യൽ ഫ്രീഡം നേടുന്നത് എങ്ങനെ, ഇതിൻ്റെയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. സീ യു ഇൻ വെബിനാർ.